बीजेपी जय जय भारत माता जय जय भारत माता बोलो भारत माता के वन्दे मातरं सुजला सुफला मलयज शीतला सस्यश्यामला मातरं वन्दे मातरं शुभ्रज्योत्स्ना पुलकितयामिनी कुसुमिता दुमदर शोभिनी सुहासिनी सुमधुर भाषिणी सुखदां वरदां मातरं वन्दे मातरं वन्दे അതുകൊണ്ടാണ് ഇത്രയും സമയം നമുക്ക് വൈകേണ്ടി വന്നത്. അല്ലെങ്കിൽ ഇതിക്ക് മുമ്പ് തന്നെ നമുക്ക് ഈ ഓഫീസ് ഉദ്ഘാടനമൊക്കെ ചെയ്യാമായിരുന്നു. അത് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടാണ് നമ്മൾ ഇത്രയും വൈകി. നമ്മുടെ ഈ കൊടപ്പുറമ്പ് പൂപ്പാനി ഭാഗത്താണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ അത് നടന്നില്ല. പല പല ബുദ്ധിമുട്ടുകൾ വന്നു. അതുകൊണ്ട് നമ്മൾ പരിമിതി ദിവസം കൊണ്ടാണ് നമ്മൾ ഈ ഓഫീസ് അറേഞ്ച് ചെയ്തത്. അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ കടപ്പെട്ട് സാമജിയുടെ വീട്ടിലെ ഹരി എന്ന് സംസാരിച്ചു. എഗ്രിമെന്റ് ഒന്നും വേണ്ട, നിങ്ങൾ റൂമെടുത്തോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് വളരെയധികം നമുക്ക് ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അവർക്കൊരു നന്ദിയും സ്നേഹവും നമ്മൾ രേഖപ്പെടുത്തുകയാണ്. ആദ്യമായിട്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കരയ്ക്കാണ് സ്വാഗതം പറയുകയാണ് എൻ്റെ അച്ഛന്മാര. നമ്മുടെ അധ്യക്ഷനായിട്ട് അലങ്കരിക്കുന്നത് BJPയുടെ കൂപ്പിടി ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തെ അധ്യക്ഷപതി അലങ്കരിക്കുന്നത് നമ്മുടെ പ്രസിഡന്റ്, പ്രിയങ്കരനായ പ്രസിഡന്റ്. മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ കൂപ്പിടി പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാ കാര്യത്തിനും എന്ത് കാര്യത്തിനും ഓടി ഓടി നടക്കുന്ന ഗോപകുമാറിന്, PT ഗോപകുമാറിന് അതിന് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഇത് ഉദ്ഘാടനം ചെയ്യാമെന്ന ഓഫീസ് ഉദ്ഘാടനം ചെയ്യാമെന്ന ജില്ലാ പ്രസിഡന്റ്, നമ്മുടെ എറണാകുളം നോർത്ത് ജില്ലയുടെ പ്രസിഡന്റ് ബ്രഹ്മരാജൻ അവർക്ക് കൂപ്പിടി പഞ്ചായത്തിന്റെ ഏരിയ കമ്മിറ്റിയുടെ പേരിൽ നമ്മുടെ സ്വന്തം പേരിൽ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മൾ പവിഴത്തിൽ പോയി ഞങ്ങളെല്ലാവരും അതിലിനെ ഫലാർപ്പണം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ബ്രഹ്മരാജേട്ടൻ, ജനറൽ സെക്രട്ടറി ഷാജി മുട്ടരഞ്ചി, സംസ്ഥാന സെക്രട്ടറി ശ്രീ വിഷ്ണു സുരേഷ്, മണ്ഡലം പ്രസിഡന്റ്, വാർഡ് മെമ്പർമാര്, ജനറൽ സെക്രട്ടറിമാര്, ഒരുപാട് നീട്ടുന്നില്ല. ജില്ലാ പ്രസിഡന്റ്, ഒരുപാട് പ്രോഗ്രാമുള്ള സാർ, എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം. തുടക്കത്തിൽ തന്നെ ജനറൽ സെക്രട്ടറി നമുക്കിടെ മുറി കിട്ടാനുള്ള
താമസം കുറച്ച് പിടിച്ചു. 6-7 സ്ഥലത്ത് നോക്കി അവസാനം ഏറ്റവും നല്ല സ്ഥലത്ത് നമ്മുടെ മെമ്പർമാരുള്ള സ്ഥലത്ത് തന്നെ കിട്ടി. പിഷാരിക്കലമ്മയുടെ തിരുമറ്റത്ത് തന്നെ കിട്ടി. അതും ഈ ചിങ്ങം 1-ാം തീയതി തന്നെ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു. ഇന്ന് കേരള പിറവിയാണ്, പുതുവർഷമാണ്, കർഷക ദിനമാണ്. എല്ലാം കൊണ്ടും ഉത്തമമായ ദിവസം. ഇന്ന് തൽക്കാലം മഴയും മാറിയിട്ടാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇവിടെ മുറി കിട്ടിയതുകൊണ്ട് നമുക്ക് ഏറ്റവും ശക്തമായ പ്രവർത്തനം നടക്കുന്ന ഏരിയയാണിത്. ഇനി കൂടുതൽ വാർഡുകൾ എന്തായാലും നമുക്ക് നേടാൻ പറ്റും. അതിന് ഈ ഓഫീസ് ഒരു കേന്ദ്ര ബിന്ദുവായി മാറും എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ നീട്ടുന്നില്ല. വന്ന എല്ലാവർക്കും പാർട്ടിയുടെയും എന്റെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി വിഷ്ണു സുരേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗവും വൈസ് പ്രസിഡന്റുമായ ശശികല, മറ്റൊരു ഗ്രാമപഞ്ചായത്ത് അംഗവും ഹരി, ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള എൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി മൂത്തകൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീമാൻ അനിൽ, സജി പി മേനോൻ, അജിൽ, ദേവാച്ചൻ, പ്രത്യേകിച്ച് ഉൾപ്പെടെ എനിക്ക് ഇവിടെ ഇരിക്കുന്ന ഒരു 10 ആൾക്കാരുടെ പേര് പറഞ്ഞ് വിളിക്കാനുള്ള ബന്ധം ഇവിടെ ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന് ഇത് ചിഹ്നം ഒന്നാണെന്ന് നിങ്ങൾക്കറിയാം. ഒരുപാട് കർഷക പരിപാടി, കല്യാണങ്ങൾ തുടങ്ങുന്ന ദിവസവും കുറേ പരിപാടികളാണ് കൂടുന്നത്. അതുകൊണ്ട് ഞാൻ നീണ്ട പ്രസംഗം നടത്തുന്നില്ല. ഒരു നീണ്ട പ്രസംഗം നടത്തേണ്ട ആവശ്യം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയിലില്ല. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട് എന്താണെന്ന് 20 കൊല്ലം മുമ്പ് അറിയണമെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എവിടെയാണോ പ്രസംഗിക്കണം അവിടെ പോയി പ്രസംഗം കേൾക്കണം. അപ്പോഴാണ് പാർട്ടിയുടെ നിലപാട് അറിയാൻ പറ്റുള്ളൂ. ഇന്ന് നമ്മുടെ കയ്യിൽ ആധുനിക സൗകര്യമുള്ള മൊബൈലും TV ഒക്കെ വീട്ടിലുള്ളപ്പോൾ ഡൽഹിയിൽ ഇപ്പൊ അഭിപ്രായം പറഞ്ഞാൽ അപ്പം തന്നെ കേൾക്കാനുള്ള സൗകര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് അഭിപ്രായം പറഞ്ഞാലും അപ്പോൾ തന്നെ അറിയാനുള്ള സംവിധാനമുണ്ട്. സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതി നടപ്പിലാക്കാനുള്ള അവർക്ക് മനസ്സിലാക്കാനുള്ള സമയമുണ്ട്. മനസ്സിലായില്ലെങ്കിൽ വിവരാവകാശം കൊടുത്ത് അത് നമുക്ക് അറിയാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ലോകം മുന്നോട്ട് പോകുന്നത്. അതിന്റെ ദോഷവും ഉണ്ട്, ഗുണവും ഉണ്ട്. രണ്ടും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന സമയത്ത് റോഡ് മുഴുവൻ വളരെ മോശമാണ്. ഇപ്പൊ കഴിഞ്ഞ ഒരു 9 വർഷമായിട്ട് ഭരിക്കുന്ന ഈ കേരള ഗവൺമെന്റ് റോഡ് മാത്രമല്ല, അവർ ഭരിക്കുന്ന ഏതെങ്കിലും മേഖലകളിൽ ആരോഗ്യ രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും IT രംഗത്തായാലും രാഷ്ട്രീയം പറയാൻ വിചാരിക്കണം. കാരണം ഇപ്പോ BJP സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷത്തിന്റെ ന്യൂനത ചൂണ്ടിക്കാണിക്കേണ്ട ഒരു സാഹചര്യമില്ല. നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളുടെ എണ്ണം പറഞ്ഞു കൊടുക്കാൻ 2 ദിവസം പറയാനുള്ള പദ്ധതികൾ ജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് അതേസമയം എതിരാളികളുടെ നെഗറ്റീവ് പറയേണ്ടതില്ല. പക്ഷെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാതിരിക്കാനും നിർത്തിയില്ല. എന്നെങ്കിലും ഇടതുപക്ഷം ഭരിച്ചപ്പോൾ ഇന്ത്യയിൽ ഒരു വ്യവസായം വന്നതായിട്ട് നിങ്ങൾക്കറിയാമോ? CPM കേരളം ഭരിച്ചപ്പോൾ ഒന്നും ഒരു വ്യവസായം വന്നില്ല. പുതിയൊരു വ്യവസായങ്ങളും വന്നിട്ടില്ല. ഉള്ള വ്യവസായങ്ങൾ കൂടെ പൂട്ടിപ്പോയിട്ടുണ്ട്. നിങ്ങളുടെ തൊട്ടടുത്താണല്ലോ ഈ പെരുമ്പാവൂർ റൈവൻസ്. അപ്പൊ എല്ലാ വ്യവസായങ്ങളും പൂട്ടുകയും പരമ്പരാഗത വ്യവസായങ്ങളൊന്നും പുനരുദ്ധരിക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആയിരുന്നു ഇടതുപക്ഷത്തിന്റെ എക്കാലത്തും. ഒരു പുതിയ IT കമ്പനി ഇവർ വന്നപ്പോൾ വന്നില്ല. ഒരു വ്യവസായശാല പുതിയത് വന്നില്ല. പൂട്ടിയ ഏത് വ്യവസായശാല തുറന്നതായിട്ട് നിങ്ങൾക്കറിയാമോ കേരളത്തില്? ഇല്ല. പിന്നെ ഇപ്പൊ ചെയ്തെച്ചാല് വ്യവസായങ്ങളുടെ എണ്ണം കൂട്ടിയെന്ന് പറഞ്ഞോണ്ട് കുറെ നമ്പർ കാണിക്കുന്ന ഒരു വ്യവസായ മന്ത്രി. പെരുമ്പാവൂർ ടൗണിൽ പാനിപ്പൂരി വിൽക്കുന്ന ഒരു ബംഗാളിയും ഇന്നൊരു വ്യവസായിയാണ്. സർക്കാരിന്റെ വ്യവസായിയായി. അങ്ങനെ പാനിപ്പൂരി വെക്കുന്നവനെ വരെ വ്യവസായിയാക്കി മാറ്റിക്കൊണ്ട് വ്യവസായങ്ങളുടെ എണ്ണം കൂടി ഭയങ്കര പ്രചരണം കൊടുക്കുകയാണ്. പിന്നെ പരമ്പരാഗതമായ കയറും തെങ്ങും ഏലവും, ഒരു കാലത്ത് കേരളം ഏറ്റവും നല്ല റബ്ബർ, ഏറ്റവും നല്ല ഏലം, ഏറ്റവും നല്ല കയറ്, ഏറ്റവും നല്ല കശുവണ്ടി, ഇതൊക്കെ ഉണ്ടായിരുന്നൊരു നാടായിരുന്നു നമ്മുടെ നാട്. ഇതെല്ലാം തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും ചേക്കേറി. യാഥാർത്ഥ്യമാണല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഇവിടെ അടുത്തുള്ളൊരു കോഴി ബിസിനസ് ചെയ്യുന്ന ഒരാളെ കണ്ടിരുന്നു. കോഴിയുടെ ബിസിനസ് ചെയ്തത് രമേശൻ എന്നായിട്ട് പറഞ്ഞു പ്രമോദ്. അപ്പൊ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ബിസിനസ്സൊക്കെ തമിഴ്നാട്ടിലേക്ക് മാറ്റി. അപ്പൊ ഞാൻ അങ്കമാലി ചില വ്യവസായങ്ങളെല്ലാം തമിഴ്നാട്ടിലാണ്. ഏതൊരു അർജുന നാച്ചുറൽ എക്സ്ട്രാക്ട് എന്ന കമ്പനി അവരോട് ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് മാറ്റി. ഇത്രയും ബുദ്ധിമുട്ടില്ല, രാഷ്ട്രീയക്കാരുടെ ശല്യമില്ല, നല്ല വ്യവസായം നടക്കാനുള്ള അന്തരീക്ഷമുണ്ട്. അപ്പൊ ഗുജറാത്തിൽ വരെ ജോലി പോയി കമ്പനി കൊടുക്കുന്ന ആൾക്കാർ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരു പരമ്പരാഗത വ്യവസായമായ കാർഷിക സംസ്ഥാനമായ കേരളം എല്ലാം പുറകോട്ട് പോയി. ഇന്നൊരു കല്യാണം നടത്തണമെങ്കിൽ മുല്ലപ്പൂ തമിഴ്നാട്ടിൽ നിന്ന് വരണം, തേങ്ങ തമിഴ്നാട്ടിൽ നിന്ന് വരണം, പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്ന് വരണം, വാഴയില തമിഴ്നാട്ടിൽ നിന്ന് വരണം. ഇങ്ങനെ കാലമായിരുന്നില്ല കേരളത്തില്. മാറി മാറി 2 മുന്നണികൾ ഭരിച്ചതിന്റെ ഉത്തരവാദിത്തം ഇവിടെ. ശ്രീ ഗോപൻ ചേട്ടൻ ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച BJPയുടെ എറണാകുളം നോർത്ത് ജില്ലാ അധ്യക്ഷൻ
ശ്രീ എം.എ. ബ്രഹ്മരാജേട്ടൻ, പാർട്ടിയുടെ പെരുമ്പാവൂർ മണ്ഡലം അധ്യക്ഷ ശ്രീ ലിഷ ചേച്ചി, ബിജെപിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ഷാജി മൂത്തേടൻ, ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ അനിലേട്ടൻ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരുള്ള ശ്രീ അഡ്വക്കേറ്റ് സജീവേട്ടൻ, ശ്രീ അജിലേട്ടൻ, ബിജെപിയുടെ നമ്മുടെ പെരുമ്പാവൂരിന്റെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നേതാവ്, ബിജെപിയുടെ ദേശീയ നിർവാഹക സമിതി അംഗമായിട്ടുള്ള ശ്രീ PM വേലായുധൻ ചേട്ടൻ, വാർഡ് മെമ്പറും പെരുമ്പാവൂർ മണ്ഡലം സെക്രട്ടറിയായിട്ടുള്ള ശ്രീ ശശീല ചേച്ചി, ശ്രീ ബൈ ചേട്ടൻ, മധുചേട്ടൻ, മണിച്ചേട്ടൻ, സലിച്ചേട്ടൻ, മറ്റ് ഇവിടെ ബിജെപിയുടെയും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെയും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഒരു നാടിന്റെ, ആ നാട്ടിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഓഫീസ്. നമുക്ക് എപ്രകാരമാണോ നമുക്ക് വീടുള്ളത്, അതേപോലെ തന്നെയാണ് നമ്മൾ ഉൾക്കൊണ്ട ആശയത്തെ, നമ്മൾ പിടിച്ചിട്ടുള്ള പതാകയെ, അതിനൊരു വീട് എന്നുള്ളത് ഏറ്റവും മഹത്വമായ കാര്യമാണ്. ഞാനും നിങ്ങളും നെഞ്ചേറ്റിട്ടുള്ള ഈ ആദർശം, ഈ പതാക, അത് ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെയും ഈ നാട്ടിലെ ഓരോ ജനങ്ങളുടെയും കൈത്താങ്ങാവേണ്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവന്റെ ശബ്ദമായി മാറേണ്ട, ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടാൻ വേണ്ടിയിട്ടുള്ള, ഒരു മനുഷ്യന് വേണ്ടിയിട്ട് ചിലപ്പോൾ നിയമങ്ങളും നിഷേധിക്കപ്പെടുന്ന സമയത്ത് അവന്റെ നിയമ പോരാട്ടത്തിന് വേണ്ടിയിട്ട് ചുക്കാൻ പിടിക്കാൻ വേണ്ടിയിട്ട് മാറേണ്ട ഒരു പതാകയാണ് ഞാനും നിങ്ങളും എല്ലാം ഇന്ന് പിടിച്ചിരിക്കുന്നത്. ആ പതാകയ്ക്ക് മുമ്പിൽ ഒരു മനുഷ്യന് എന്താവശ്യം വരുമ്പോഴും ഓടിക്കേറിയെത്തുവാൻ വേണ്ടി, അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടിയെത്തുവാൻ വേണ്ടി ഒരു ഓഫീസ് വേണം. അതാണ് ഇന്ന് കൂവപ്പടി ഏരിയ കമ്മിറ്റി ഇവിടെ കുറച്ചു മുമ്പ് പാർട്ടിയുടെ ജില്ലാ ശ്രീ ഗോപൻ ചേട്ടൻ ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ബിജെപിയുടെ എറണാകുളം നോർത്ത് ജില്ലാ അധ്യക്ഷൻ ശ്രീ M.A. ബ്രഹ്മരാജേട്ടൻ, പാർട്ടിയുടെ പെരുമ്പാവൂർ മണ്ഡലം അധ്യക്ഷ ശ്രീ ലിഷ ചേച്ചി, ബിജെപിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ഷാജി മൂത്തേടൻ, ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ അനിലേട്ടൻ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരുള്ള ശ്രീ അഡ്വക്കേറ്റ് സജീവേട്ടൻ, ശ്രീ അജിലേട്ടൻ, ബിജെപിയുടെ നമ്മുടെ പെരുമ്പാവൂരിന്റെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നേതാവ്, ബിജെപിയുടെ ദേശീയ നിർവാഹക സമിതി അംഗമായിട്ടുള്ള ശ്രീ PM വേലായുധൻ ചേട്ടൻ, വാർഡ് മെമ്പറും പെരുമ്പാവൂർ മണ്ഡലം സെക്രട്ടറിയായിട്ടുള്ള ശ്രീ ശശീല ചേച്ചി, ശ്രീ ബൈ ചേട്ടൻ, മധുചേട്ടൻ, മണിച്ചേട്ടൻ, സലിച്ചേട്ടൻ, മറ്റ് ഇവിടെ ബിജെപിയുടെയും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെയും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഒരു നാടിന്റെ, ആ നാട്ടിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഓഫീസ്. നമുക്ക് എപ്രകാരമാണോ നമുക്ക് വീടുള്ളത്, അതേപോലെ തന്നെയാണ് നമ്മൾ ഉൾക്കൊണ്ട ആശയത്തെ, നമ്മൾ പിടിച്ചിട്ടുള്ള പതാകയെ, അതിനൊരു വീട് എന്നുള്ളത് ഏറ്റവും മഹത്വമായ കാര്യമാണ്. ഞാനും നിങ്ങളും നെഞ്ചേറ്റിട്ടുള്ള ഈ ആദർശം, ഈ പതാക, അത് ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെയും ഈ നാട്ടിലെ ഓരോ ജനങ്ങളുടെയും കൈത്താങ്ങാവേണ്ട, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവന്റെ ശബ്ദമായി മാറേണ്ട, ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടാൻ വേണ്ടിയിട്ടുള്ള, ഒരു മനുഷ്യന് വേണ്ടിയിട്ട് ചിലപ്പോൾ നിയമങ്ങളും നിഷേധിക്കപ്പെടുന്ന സമയത്ത് അവന്റെ നിയമ പോരാട്ടത്തിന് വേണ്ടിയിട്ട് ചുക്കാൻ പിടിക്കാൻ വേണ്ടിയിട്ട് മാറേണ്ട ഒരു പതാകയാണ് ഞാനും നിങ്ങളും എല്ലാം ഇന്ന് പിടിച്ചിരിക്കുന്നത്. ആ പതാകയ്ക്ക് മുമ്പിൽ
ഒരു മനുഷ്യന് എന്താവശ്യം വരുമ്പോഴും ഓടിക്കേറിയെത്തുവാൻ വേണ്ടി, അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടിയെത്തുവാൻ വേണ്ടി ഒരു ഓഫീസ് വേണം. അതാണ് ഇന്ന് കൂവപ്പടി ഏരിയ കമ്മിറ്റി ഇവിടെ കുറച്ചു മുമ്പ് പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ നിമിഷം കൂടിയാണ്. ഈ നമ്മുടെ ഈ പാർട്ടി ഓഫീസ് എല്ലാ പ്രവർത്തകർക്കും അതുപോലെ തന്നെ ഒരു ജനസേവന കേന്ദ്രം കൂടിയായിട്ട് ഇത് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇപ്പൊ എനിക്ക് മുന്നേ സംസാരിച്ചവരെല്ലാവരും നമ്മുടെ കേന്ദ്ര പദ്ധതികളെ കുറിച്ച് പറയുകയുണ്ടായി. അപ്പോ നമ്മള് ഒക്കെ ഇവിടെ ഇപ്പൊ വേലായുധൻ ചേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് ഈ പഞ്ചായത്ത് പിടിച്ചെടുത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ പദ്ധതികളെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ.